February 14th and 15th mark a significant milestone for our institution as we enter on this enlightening journey. This seminar aims to go deep into the complexities of the NEP 2020, exploring its implication for fostering a multidisciplinary approach and holistic education. We extend our heartfelt gratitude to all our distinguished guests for gracing this occasion with their presence, and we look forward to an enriching and enlightening experience over the next 2 days. First of all, I would like to call upon Dr. Anisha P., Coordinator, IQAC and National Seminar for welcome speech. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എൻ്റെ പ്രിയ കൂട്ടുകാരെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെന്റർ മാനന്തവാടിയും IQACയും സംയുക്തമായി നടപ്പിലാക്കുന്ന 2 ദിവസത്തെ ദേശീയ സെമിനാറിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്ന മുഖ്യ ആശയത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് 2 ദിവസങ്ങളിലായി നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഉദ്ഘാടനത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയങ്കനായ പോസ്റ്റ് ഡയറക്ടർ ഡോക്ടർ MP അനിൽ സാറാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ സിൻഡിക്കേറ്റ് മെമ്പറും വെസ്റ്റേൺ ഗാർഡ് സ്റ്റഡീസ് ഡയറക്ടറുമായിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ PK പ്രസാദൻ സാറാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കേന്ദ്ര സർവകലാശാല സ്ഥാപക മേധാവിയും ഡീനുമായിരുന്ന എന്റെ പ്രിയപ്പെട്ട അധ്യാപകൻ ഡോക്ടർ KP സുരേഷ് സാറാണ്. സാറിനെയും ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ ചടങ്ങിനെ ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ക്യാമ്പസ് ഡയറക്ടർ ശ്രീ P. ഹരീന്ദ്രൻ സാറാണ്. സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ എലിസബത്ത് മിസ്സാണ്. എലിസബത്ത് മിസ്സിനെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ പ്രസാദൻ സാർ, ഡോക്ടർ അജയ് സാറ്, ഷംസുദ്ദീൻ സാറ്, വിനോദ് സാറ്, രജി സാറ്, രാജേഷ് സാറ്, ബാക്കി എല്ലാ അധ്യാപകരെയും മറ്റു കോളേജുകളിലെ വിദ്യാർത്ഥികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു സെമിനാറിന്റെ സംഘാടകരായ എല്ലാ അധ്യാപകരെയും അനധ്യാപക സുഹൃത്തുക്കളെയും നമ്മുടെ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am. Next, I cordially invite Dr. MP Anil, Course Director, KU Tech Manandawadi, to deliver the presidential address. ഏറ്റവും ബഹുമാനായ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പ്രൊഫസർ ഡോക്ടർ KP സുരേഷ് സാർ, ഉദ്ഘാടകൻ അതുപോലെ തന്നെ ബഹുമാനായ പ്രൊഫസർ ഡോക്ടർ PK പ്രസാദൻ സാർ, ഈ ക്യാമ്പസിൻ്റെ ഡയറക്ടർ ശ്രീ ഹരീന്ദ്രൻ സാർ, ഞങ്ങളുടെ സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ എലിസബത്ത് ജോർജ്, IQACയുടെയും നാഷണൽ സെമിനാറിൻ്റെയും
കോർഡിനേറ്റർ ഡോക്ടർ അലീഷ്യ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അധ്യാപക വിദ്യാർത്ഥികളെ, 2 ദിവസങ്ങളായി നടക്കുന്ന ഈ സെമിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും എത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ, അധ്യാപകർ, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിലെ വിദ്യാഭ്യാസ ഘടനയിൽ ഏറ്റവും പരിവർത്തനോന്മുഖമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മക്കാളയുടെ മിനിറ്റ്സ് മുതൽ 2020 NEP വരെ എത്തി നിൽക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കമ്മീഷനുകളും അവരുടെ റെക്കമെൻഡേഷൻസും നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയ ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലെ സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസ പരിവർത്തന പദ്ധതിയെ ആസൂത്രണം ചെയ്യുമ്പോൾ 2020 വിദ്യാഭ്യാസ പദ്ധതി നമുക്ക് എന്ത് പ്രദാനം ചെയ്യുന്നു, എന്ത് പറയുന്നു എന്നതിനെ കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള 2 ദിവസത്തെ ഡിസ്കഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ ഒരു മഹത്തായിട്ടുള്ള ഭൂതകാലമുണ്ട് എന്ന് പറയപ്പെടുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവരുടെയും വിദ്യാഭ്യാസം ആർജിക്കുന്നതിന് അവകാശമില്ലാത്തവരുടെയും വലിയൊരു നിര രാജ്യത്ത് വളർന്നു വരുന്നത്. അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോസസ്സിന്റെ സാധ്യതകളെ കുറിച്ചാണ് ഈ ദ്വിദിന ദേശീയ സെമിനാർ ചർച്ച ചെയ്യുന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. രാജ്യത്ത് വന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയിലൂടെ രാജ്യത്തെ പരിവർത്തനപ്പെടുത്തി ഈ തലത്തിലേക്ക് എത്തുമ്പോൾ അതിന് പ്രവർത്തിച്ച മുഴുവൻ പേരുടെയും പിന്തുണയും സമഗ്രമായിട്ടുള്ള സംഭാവനകളെയും വിലയിരുത്തുന്നതിന് നമ്മുടെ രാജ്യം പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് സമ്മതിക്കാതിരിക്കാൻ കഴിവില്ല. ഈ 2 സമസ്യകൾക്കിടയിലൂടെ ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വിദ്യാഭ്യാസ വിചക്ഷണന്മാരോ വിദ്യാഭ്യാസത്തിന്റെ സേവകന്മാരോ ആയിട്ടുള്ള പ്രവർത്തകർക്ക് നാളെ എന്ത് സംവാദം ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ള ചോദ്യം ഈ സെമിനാറിൽ ഉയർന്നു വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള 60ഓളം പേപ്പറുകൾ ഇവിടെ സ്വീകരിക്കപ്പെട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതിന്റെ ഒരുപക്ഷെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ചർച്ചകളും അതിനുശേഷം ഈ പേപ്പറുകൾ ക്വാളിഫൈ ചെയ്ത് ISBN നമ്പറോടുകൂടി പ്രസിദ്ധീകരിക്കുന്നതിനുള്ള ഒരു പണിപ്പുരയിലാണ് ഡോക്ടർ അനീഷിയും എൻ്റെ സഹപ്രവർത്തകരും എന്ന് എനിക്കിവിടെ സന്തോഷത്തോടുകൂടി പറയാൻ വേണ്ടി കഴിയും. ഒരുപക്ഷെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററുകളിൽ ഇത്തരത്തിലൊരു സെമിനാർ നടത്തുകയും ഇത്തരത്തിലൊരു പബ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷകൾ മാനവമുള്ളപ്പോഴും ഞങ്ങൾക്ക് സങ്കീർണമായിട്ടുള്ള സമസ്യകളെ ചുറ്റുമുള്ള സാധ്യതകളെയും കാണാതിരിക്കാൻ വേണ്ടി കഴിയില്ല. വിദ്യാഭ്യാസത്തിന്റെ ഒരു കുഴപ്പം അതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള 2 അധ്യാപകർ ഇവിടെ ഇരിക്കുന്നത്. അവരെ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കുന്നു. ഡോക്ടർ KP സുരേഷ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസിന്റെ സ്ഥാപകനായി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷന്റെ സ്ഥാപകരും ഡീനുമായി വിരമിച്ച് ഇപ്പോൾ കേരള ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോസസ്സിന്റെ ITEPന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മെമ്പർ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് സാറ് ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള ഒരു നിര നമുക്കുണ്ട്. ഡോക്ടർ M.A. സുധീർ സാറുണ്ട്, ഡോക്ടർ അനിൽ രാമേന്ദ്രൻ സാറുണ്ട്. അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഒരു നിരയുടെ 2 ദിവസത്തെ ഇന്റലക്ച്വൽ കോൺട്രിബ്യൂഷൻസ് നമുക്ക് എന്ത് തരും എന്നുള്ളതിന്റെ ഒരു തുടക്കമാണിത്. ഈ ഒരു സെമിനാറിൽ പങ്കെടുക്കാനെത്തിയവരെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. We are honored to have Professor Dr. P.K. Prasadan as our esteemed guest to inaugurate our national seminar. Dr. P.K. Prasadan, Professor, Department of Zoology, Kannur University, is a member of the University Syndicate, Senate and Academic Council and is holding the additional charges of Director of Manadawadi Campus. He has been the Director of the Internal Quality Assurance Cell of Kannur University and a member of the State Level Quality Assurance Cell, Government of Kerala. We extend a warm welcome to him for delivering the inaugural address. Sir, please. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തും ഡോക്ടർ അനിലിൻ്റെ ഗുരുനാഥനും
വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി സംഭാവനകൾ നൽകിയ NEP കുറിച്ച് ആധികാരികമായി സംസാരിക്കാനൊക്കെ കഴിവുള്ള ഡോക്ടർ സുരേഷ്, പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ അനിൽ, പിന്നെ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ഹരീന്ദ്രൻ സർ, പിന്നെ അജോയ് സാറും ഞാനും സുരേഷ് സാറൊക്കെ കുറേ കാലം ഒരുമിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലുണ്ടായിരുന്നു. അന്നു മുതലെയുള്ള ബന്ധം. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സുവോളജി തുടങ്ങാൻ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നു. അതേസമയത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ തുടങ്ങാൻ സുരേഷ് സാർ വരുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് സയൻസ് തുടങ്ങാൻ വേണ്ടി ഷംസുദ്ദീൻ സാർ വരുന്നു. അങ്ങനെയുള്ള ബന്ധമൊക്കെ ഇന്നത്തെ ഈ ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വരാം. 2020 നിലവിൽ വന്ന ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല. പക്ഷേ ഈ വിദ്യാഭ്യാസ നയത്തെ ഇഴകീറി ചർച്ചയ്ക്ക് വിധേയമാക്കിയ ഏക സംസ്ഥാനം കേരളമാണ്. വേറെ ഒരു സംസ്ഥാനത്തിൽ ഇതുപോലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല, ഇനിയോട്ട് നടക്കാനും പോകുന്നില്ല. ആ രീതിയിലേക്കാണ് ഇതിന്റെ രൂപകൽപ്പന തന്നെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, 2016 സ്മൃതി ഇറാനി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആശയം ചർച്ചയ്ക്ക് വെച്ചത്. പക്ഷെ അതിന് എത്രയോ മുമ്പ് തന്നെ ഈ രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് അംബാനി. നിങ്ങൾക്കറിയാം, ബിർള അംബാനി റിപ്പോർട്ടൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നല്ലപോലെ അറിയുന്നുണ്ട്. ബിർള അംബാനി റിപ്പോർട്ട് വരുന്നത് 2000-ലാണ്. അപ്പൊ ബിർള അംബാനി റിപ്പോർട്ട് വന്ന സമയത്ത് അതിനകത്ത് അത് വായിക്കുന്ന സമയത്ത്, തുടങ്ങുന്ന സമയത്ത് വളരെ എഴുന്നേറ്റ് നിന്ന് വായിക്കാനൊക്കെ തോന്നുന്ന രീതിയിൽ ബഹുമാനമൊക്കെ തോന്നിപ്പോകും. പക്ഷെ അത് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പഠിക്കുന്ന, എനിക്ക് വിദ്യാഭ്യാസത്തിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഒന്നുമില്ല. പക്ഷെ കഴിഞ്ഞ 10-35 വർഷമായിട്ട് പല തലത്തിലുള്ള വിദ്യാർത്ഥികളെ 2 സംസ്ഥാനങ്ങളിലായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും ആവേശത്തോടെ തന്നെ പഠിപ്പിക്കണം, ഇനി കുറെ കാലം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. പക്ഷെ അടുത്ത മാസം കിട്ടാതെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്നത്, ബിർള അംബാനി റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായിട്ട് അടിസ്ഥാന വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നല്ല രീതിയിൽ കൊടുക്കണം എന്നുള്ളത് അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പറയുന്നത് +2 കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണ്ട, ഗവൺമെന്റ് അതിൽ നിന്ന് മെല്ലെ മെല്ലെ പുറകോട്ട് വരണം, അത് മുഴുവൻ സ്വകാര്യ സംരംഭകരെ ഏൽപ്പിക്കണം. അപ്പൊ അന്ന് മുതലേ ഈ അണിയറയിൽ ഇതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ്. പിന്നെ അവിടെ നിങ്ങൾക്ക് നേരത്തെ അനിൽ സാർ പറഞ്ഞു തുടങ്ങിയ കാര്യം നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ശരിക്കും ഒരു വിദ്യാഭ്യാസ നയം ഇന്ത്യയിൽ ഉണ്ടാവണം എന്നുള്ള ധാരണയിൽ ആദ്യമായി അതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് സർവേപ്പള്ളി രാധാകൃഷ്ണനാണ്. ലോകത്തിൽ അറിയപ്പെടുന്ന, നമ്മളിപ്പോൾ ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെയാണ് ഇത് ഏൽപ്പിച്ചത്. അതിനുശേഷം വന്ന് ഓരോ കമ്മീഷൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഞാൻ പഠിച്ചില്ല. കമ്മീഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മുതലിയാർ കമ്മീഷൻ വരുന്നുണ്ട്. അതിനുശേഷം മുതലിയാർ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ. അത് കഴിഞ്ഞ് വരുന്ന ഓരോ കമ്മീഷനും നിങ്ങൾ വളരെ ആഴത്തിൽ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ ഇഴകേറി പഠിക്കുന്നതാണ് ശരിക്കും കോത്താരി കമ്മീഷൻ. അപ്പൊ കോത്താരി യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷന്റെ ചെയർമാനായിരുന്നു. അത് കഴിഞ്ഞ് ശരിക്കും അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പ്രൊഫസർ യശ്പാൽ വരുന്നു. യശ്പാലും യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷന്റെ ചെയർമാനായിരുന്നു. അപ്പൊ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും, 1990 വരെ ഏകദേശം വിദ്യാഭ്യാസ മേഖലയിൽ നയരൂപീകരണം നടത്തിയിട്ടുള്ളതൊക്കെ പല തരത്തിൽ ചർച്ച നടത്തി. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അധ്യാപകരും സാമൂഹ്യ പ്രവർത്തകരും വിദ്യാർത്ഥികളും പല തലത്തിൽ ചർച്ച നടത്തി, പാർലമെന്റിൽ ചർച്ച നടത്തി, സംസ്ഥാന നിയമസഭകളിലൊക്കെ ചർച്ച നടത്തിയിട്ടാണ് ശരിക്കും നയരൂപീകരണം നടത്തിയത്. പക്ഷെ 90-ന് ശേഷം വന്ന് ഓരോ വിദ്യാഭ്യാസ നയവും നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. കോവിഡിനെ മറുപടിച്ച് പാർലമെന്റിൽ പോലും ചർച്ചയ്ക്ക് വെക്കാതെ, ഒരു വിദ്യാഭ്യാസ വിചക്ഷണം ഉൾപ്പെടാത്ത, നിങ്ങൾക്കറിയാം ഇത് കസ്തൂരിരംഗനാണ് ഈ കമ്മിറ്റി ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കസ്തൂരിരംഗനിലെ അക്കാഡമിക്സുകളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് എനിക്ക് ഇതുവരെ അറിയില്ല. പെഡഗോജിക്കൽ സയൻസിന് ഇതുവരെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തതായിട്ട് ഒരു റിപ്പോർട്ട് വായിച്ചില്ല. ഈ കസ്തൂരിരംഗന്റെ റിപ്പോർട്ടാണ് നമ്മളിപ്പം നൂതന വിദ്യാഭ്യാസ രേഖ NEP, ഞങ്ങളതിനെ നാഷണൽ എക്സ്ക്ലൂഷൻ പോളിസി എന്നാണ് പറയുന്നത്. കാരണം അതിനകത്ത് വിദ്യാഭ്യാസത്തിൽ അടിയന്തരമായിട്ട് വേണ്ടിയിരിക്കുന്നത് ഇക്വിറ്റി, ഇൻക്ലൂസീവ്നെസ്, ക്വാളിറ്റി. ഇക്വിറ്റി എന്നുള്ള ഒറ്റൊരു കോമ്പണന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിന്റെ ഈ റിപ്പോർട്ടിന്റെ NEP-യുടെ ഒരു ഘട്ടത്തിലും റിസർവേഷനെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല. മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി
ചലഞ്ച് കമ്മ്യൂണിറ്റി എന്ന് മാത്രമാണ് പറയുന്നത്. അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു തരത്തിലും പറയുന്നില്ല. ഒരു കനയ്യകുമാർ വലിയൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ വലിയ യൂണിവേഴ്സിറ്റികളിലോ പഠിക്കുന്നു നിങ്ങൾ ആരും വിചാരിക്കണം. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ സർവകലാശാലകൾ നമ്മളതിന്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. 2008 14 സ്വകാര്യ സർവകലാശാലകളെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 2023 ആകുമ്പോഴേക്കും അതിന്റെ എണ്ണം 455. ഇപ്പൊ കേരളത്തിലും സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നതിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. 2 സംസ്ഥാനങ്ങളിൽ മാത്രമേ സ്വകാര്യ സർവകലാശാലകൾ ഇതുവരെ ഇല്ലാതെയുള്ളൂ, ഗോവയും കേരളത്തിലും. 26 സംസ്ഥാനങ്ങളിലുണ്ട്. ഗുജറാത്തിൽ 60 സ്വകാര്യ സർവകലാശാലകളുണ്ട്, UP-യിൽ 52 എണ്ണമുണ്ട്, മഹാരാഷ്ട്രയിൽ 25 എണ്ണമുണ്ട്. ഈ രീതിയിലാണ് സ്വകാര്യ സർവകലാശാലകളിനെ കടന്നുകയറ്റം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം ഇതിനകത്ത് NEP നിങ്ങൾ വായിച്ചു നോക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. 2030 എത്തുമ്പോഴേക്കും ഇതിനകത്ത് 2030 എത്തുമ്പോഴേക്കും ഈ സ്ഥാപനങ്ങളെല്ലാം സ്വയംഭരണ സ്ഥാപനങ്ങളാവണം. എങ്ങനെ സ്വയംഭരണ സ്ഥാപനമാവാൻ പറ്റും? ഇപ്പൊ മാനന്തവാടി മേരി മാത ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഞാൻ അധ്യാപകനായിരുന്ന കോളേജ്, ആ കോളേജിനോട് നിങ്ങൾ സ്വയംഭരണ സ്ഥാപനമാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്വയംഭരണം നമുക്ക് മനസ്സിലാക്കാം. ബിഷപ്പ് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഗവേണിംഗ് ബോഡി ഉണ്ടാക്കാം. അതിൽ പേരിൽ വേണമെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ഇൻക്ലൂസീവ്നെസ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അതിനപ്പുറത്തേക്ക് അക്കാഡമിക് വേണമെന്നുണ്ടെങ്കിൽ സിലബസ് ഉണ്ടാക്കാൻ കോമ്പീറ്റന്റ് ആയിട്ടുള്ള അധ്യാപകരുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ ഓട്ടോണമിയിലേക്ക് ആ ഭരണകൂടത്തിന് പോകാൻ പറ്റുക? അതായത് കോർപ്പറേറ്റ് കമ്പനികൾ ആവശ്യപ്പെടുന്ന തൊഴിലാളികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോഴ്സുകൾ ഡിസൈൻ ചെയ്യണം. ആ കോഴ്സുകൾ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ഫിക്സഡ് എമൗണ്ട് ഫീസ് നിശ്ചയിക്കണം. ആ ഫീസിൽ നിന്ന് ഒരു തുക എടുത്തിട്ട് ശമ്പളം കൊടുക്കണം. ഇതാണ് സംഭവിക്കുന്നത്. ഇനിയിപ്പോ പട്ടാളത്തിൽ ആൾക്കാരെ എടുക്കുന്ന പോലെ ടീച്ചേഴ്സിനെ എടുക്കണം, കൂലിപ്പണിക്കാരെ പോലെ ടീച്ചേഴ്സിനെ എടുക്കുക എന്നുള്ളത് അതിനകത്ത് അങ്ങനെ തന്നെ. അത് വായിച്ചു നോക്കുന്ന സമയത്ത്, വരികൾക്കിടയിൽ വായിക്കുന്ന സമയത്ത് ശരിക്കും കുഴിച്ചിട്ടിരിക്കുന്ന മൈനുകൾ മുഴുവൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എതിരായിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം 5 വർഷത്തേക്ക് ടെന്യൂർ ട്രാക്കിൽ അധ്യാപകരെ നിയമിക്കും. നിങ്ങൾക്ക് നിലവാരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടരാം, നിലവാരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തോ. ഈ നിലവാരം എന്നുള്ളത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രയോഗമല്ല. എങ്ങനെ ഒരാളെ നിലവാരം അളക്കാൻ പറ്റും? ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആയിട്ട് NEP ത്രൂ ഔട്ട് പറയുന്നുണ്ട്. എന്ത് ക്വാളിറ്റിയാണ്? നിങ്ങൾക്ക് ഇതിന്റെ ഞാൻ അധികം സമയം എടുക്കുന്നില്ല, കുറെ പറഞ്ഞു. കാരണം ഞാൻ ഇതിനകത്ത് ഇപ്പം കേരളത്തിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇംപ്ലിമെന്റ് ചെയ്ത സർവകലാശാലകളാണ്. അപ്പൊ സർവകലാശാലകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കമ്മിറ്റി, അതിനകത്ത് മേലെ ഇരിക്കേണ്ടത് പിന്നെ ഗവേണിംഗ് ബോഡിയാണ്, സിൻഡിക്കേറ്റ്. അപ്പൊ സിൻഡിക്കേറ്റിന്റെ അകത്ത് ഫൗണ്ടേഷൻ കമ്മിറ്റിന്റെ മുഴുവൻ ചാർട്ടർ തന്നിട്ടുള്ള ഒരു സിൻഡിക്കേറ്റ് മെമ്പർ എന്നുള്ള അഭിപ്രായം. അപ്പൊ അത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം യാതൊരു തരത്തിലും താത്വികമായിട്ട് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യം നിർബന്ധിക്കപ്പെടുകയാണ് ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഏത് രീതിയിലാണ്? കാരണം കുട്ടികളെ ഭാവി അപകടത്തിലാവുന്നത് വളരെ കൃത്യമായിട്ട് അറിയാം. അധ്യാപകരുടെ ഭാവി അതിലേറെ അപകടത്തിലാവുന്നത് നമുക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു തരത്തിലുള്ള ജനാധിപത്യ രീതികളും പാലിച്ചില്ല എന്നുള്ളത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ജനാധിപത്യ വിരുദ്ധത കൃത്യമായിട്ട് ഇതിനകത്ത് കാണാനുണ്ട്. കേന്ദ്രീകൃത സ്വഭാവം വളരെ കൃത്യമായിട്ട് കാണാനുണ്ട്. കാരണം എല്ലാ പരീക്ഷകളും, അതായത് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നത് ഈ പിന്നെ അംഗൻവാടി മുതൽ 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും വിദ്യാഭ്യാസത്തിന്റെ ഓരോ ഘട്ടത്തിലും ഏത് രീതിയിൽ മുമ്പോട്ട് പോകണം എന്നുള്ളത് മുഴുവൻ പറയുന്നത് ഒറ്റ സ്ഥാപനമാണ്. അതിന് പ്രധാനമന്ത്രി ചെയർമാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാവും. അതിനകത്ത് അവർ ഉദ്ദേശിക്കുന്ന 3, 4, 5 അംഗങ്ങളായിട്ട് വരും. ചിലപ്പോൾ ഏതെങ്കിലും സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാർ അതിനകത്ത് അംഗങ്ങളായിട്ട് വരും. അവരാണ് തീരുമാനിക്കുന്നത്. ഇനി 3 തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവും. റിസർച്ച് യൂണിവേഴ്സിറ്റീസ്. റിസർച്ച് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഗവേഷണത്തിന് മാത്രം മുഖ്യ പ്രാധാന്യം കൊടുക്കുന്ന, അതായത് അധ്യാപനവും ഗവേഷണവും ഒന്നിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു സ്വപ്നം മാത്രമായിട്ട് മാറാൻ പോവാം. അതൊന്നും ഇനി ഉണ്ടാവുകയില്ല. അപ്പൊ ശരിക്കും ഇനി പോകാൻ പോകുന്നത് ശരിക്കും ഒരു ഗവേഷണ യൂണിവേഴ്സിറ്റീസ് എന്ന് ഇന്ത്യയിലെ IIT-കളൊക്കെ അതിനകത്തേക്ക് വരും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് വരും, ഇതേപോലെയുള്ള MITs വരും, ഐസർ വരും, ബാക്കി കോളേജുകളെല്ലാം താഴേക്ക് പോകും. പിന്നെ വരുന്നത് ടീച്ചിങ് യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പൊ ടീച്ചിങ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് ഉണ്ടാക്കുന്നത് ആരും നമ്മളെയല്ല. അതായത് നിങ്ങൾക്ക് ഇപ്പൊ റൂസോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, രാഷ്ട്രീയ ഉച്ചത്തിൽ ഹിന്ദി അധികം അറിയാം, രാഷ്ട്രീയ ഉച്ച ശിക്ഷാ അഭിയാൻ. അപ്പൊ ഇത് റൂസ കുറെ ഫണ്ട് കേരളത്തിന് തരുന്നുണ്ട്. ഇപ്പൊ എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ലാബ് റൂസ ഫണ്ട് കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ റൂസ ഫണ്ടിന്റെ 60% സെൻട്രൽ ഗവൺമെന്റും 40% സ്റ്റേറ്റ് ഗവൺമെന്റും. അപ്പൊ 40% അഭിപ്രായം പറയാനെങ്കിലും സ്വാതന്ത്ര്യം ഈ സംസ്ഥാനങ്ങൾക്ക് ഇല്ലേ എന്നുള്ളൊരു ചോദ്യം അതിനകത്ത് വരുന്നുണ്ട്. ഒന്നുമില്ല, ഒരക്ഷരം അങ്ങോട്ട് പറയാൻ പറ്റില്ല. TV തുറന്നു വെച്ച പോലെയാണ് NEP നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാം? അതിലൊരു ഇമെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു 2 ലക്ഷത്തിലേറെ അഭിപ്രായങ്ങൾ
ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 90% വന്നത് കേരളത്തിലായിരിക്കും, സംശയമൊന്നും വേണ്ട. കാരണം വേറെ ആയിട്ട് അത്രയും കൺസേൺ ഒന്നുമല്ല. അപ്പൊ ഇതിൽ ഒരു അഭിപ്രായത്തിന് മറുപടി പറയാനോ ഇതിലൊരു അഭിപ്രായത്തിനകത്ത് വന്ന് അതിന്റെ ആശയങ്ങൾ സ്വാംശീകരിച്ചിട്ട് ഇപ്പൊ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ ഒന്നും ആരും തയ്യാറായിട്ടേ ഇല്ല. ആ രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിനകത്ത് ജനാധിപത്യമില്ല. ഇതിന്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിനകത്ത് ശരിക്കും പ്രാചീന ചരിത്രത്തിലാണ്, പ്രാചീന ഇന്ത്യ ചരിത്രത്തിലാണ് ഫോക്കസ് മുഴുവൻ പോകുന്നത്. ഇതിനകത്ത് എവിടെയും മധ്യകാല ചരിത്രം വരുന്നേയില്ല. പ്രാചീന ചരിത്രത്തിൽ നിന്ന് ഒരൊറ്റ ജമ്പാണ് 2021 21ാം നൂറ്റാണ്ടിലേക്ക്. പ്രാചീന ചരിത്രത്തിൽ സംസ്കൃത ഭാഷയിൽ ഉപയോഗിച്ച സംസ്കൃത ഭാഷയിൽ ചരിത്രം പറഞ്ഞിരുന്ന ആൾക്കാരെ മാത്രമേ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം ഇതിന്റെ ഇൻട്രൊഡക്ഷൻ വായിച്ചു കഴിഞ്ഞാൽ തമിഴിൽ ഒരുപാട് കവികൾ ഉണ്ടായിരുന്നു, ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ശാസ്ത്രകാരന്മാരുണ്ടായിരുന്നു. ഇവരൊന്നും വന്നിട്ടില്ല. അതിനകത്ത് ആകെ തിരുവള്ളുവർ വന്നിട്ടുണ്ട്. കേരളത്തിന് ആരും അതിനകത്ത് കണ്ടിട്ടേ ഇല്ല. ആ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ മധ്യകാല ചരിത്രത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും മുമ്പോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് നിർദ്ദേശം നൽകുന്ന രീതിയിൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആൾക്കാരും മുഴുവൻ ശാസ്ത്രകാരന്മാരും സാഹിത്യകാരന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും ഒക്കെ ഉള്ളത് ഈ മധ്യകാലത്ത്. അത് മുഴുവൻ നിരാകരിച്ചിട്ടാണ്. അപ്പൊ മധ്യകാല ചരിത്രം പൂർണ്ണമായി നിരാകരിച്ചിട്ടുണ്ട്. ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തൽ മുഴുവനായിട്ട് നിരാകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ജനാധിപത്യം മുഴുവനായിട്ട് നിരാകരിച്ചിട്ടുണ്ട്. വിദഗ്ധരായ വിദ്യാഭ്യാസ വിചക്ഷണരെ ഒരാളെ പോലും ഇതിനകത്ത് ഘടിപ്പിച്ചിട്ടില്ല. കേന്ദ്രീകൃത സ്വഭാവം നല്ലപോലെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അധികാര വികേന്ദ്രീകരണത്തിനൊക്കെ ശരിക്കും കേരള മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് ലോകം ഒക്കെ കേരളത്തിൽ നോക്കിക്കാണുന്ന സമയത്താണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് റിസർവേഷന്റെ കാര്യം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഓരോ പ്രോജക്ട് പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിനും മറ്റ് ഫണ്ടിങ് ഏജൻസിക്കൊക്കെ അയക്കുന്ന സമയത്ത് അതിനകത്ത് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ ട്രൈബൽ ബെൽറ്റ് എന്നാണ്. അപ്പൊ ട്രൈബൽ ബെൽറ്റിലാണെങ്കിലും ട്രൈബൽ കുട്ടികൾ വളരെ കുറവാണ്, ട്രൈബൽ മേഖലയിൽ പോലും. അപ്പൊ ഈ ഒരു വിദ്യാഭ്യാസ നയം വരുന്നതോടെ അത് പൂർണ്ണമായി ഇല്ലാതാവുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാൻ തീരുമാനം ഒരു വാർത്ത വന്നതിന്റെ പിറ്റേന്ന് തന്നെ 3 സ്വകാര്യ സർവകലാശാല നടത്താൻ സാധ്യതയുള്ള ഏജൻസീസ് കാസർഗോഡ് വന്നു. ഇനി അവർ വേർക്കാതെ പഠിക്കാൻ പറ്റുന്ന കേരളത്തിലെ ഏക പ്രദേശം മാനന്തവാടിയാണ്, വയനാടാണ് തിരിച്ചറിഞ്ഞിട്ട് സ്വകാര്യ സർവകലാശാലകൾ ഇവിടത്തേക്ക് വരാൻ നല്ല സാധ്യതയില്ല. സ്വകാര്യ സർവകലാശാലയിൽ ചില കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അതാണ് നല്ലതെന്നൊക്കെ തോന്നും. പക്ഷെ ആരാണ് ഇതിന് ഏത് മേഖലയിൽ ഗവേഷണം ചെയ്യും? നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ വരാൻ പോകും. നിലവിൽ വന്നു. നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആണ് ഏതൊക്കെ മേഖലയിൽ. ഇപ്പൊ ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് സുവോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ഞങ്ങൾക്ക് വെസ്റ്റേൺ ഗാർഡ് സ്റ്റഡി സെന്റർ ഉണ്ട്. ഞങ്ങളുടെ റിസർച്ചിന്റെ ഫോക്കസ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ആൾക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ശരിക്കും മാൻ ആനിമൽ കോൺഫ്ലിക്ട്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ മെഡിക്കൽ സയൻസിലെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാട്ട് മൃഗങ്ങളിലുള്ള പല രോഗങ്ങളും മനുഷ്യരിലേക്കും വളർത്തു മൃഗങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സൂനോട്ടിക് ഡിസീസസിന്റെ സ്പിൽ ഓവർ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ഇതിൽ മുഴുവൻ ഗവേഷണം ചെയ്യണം ഞാൻ വിചാരിച്ചിരുന്നത്. എന്റെ അടുത്ത് കേന്ദ്ര സർക്കാർ പറയുന്നത് നിങ്ങൾ പശുവിന്റെ മൂത്രത്തിൽ ഗവേഷണം ചെയ്യണം, ചാണകത്തിൽ ഗവേഷണം ചെയ്യണം. ഈ രീതിയിലേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്ത് ചെയ്യണമെന്ന് മുഴുവൻ കേന്ദ്രത്തിലുള്ള ഒരു സംഘം പറയുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ ഭാവി എന്താണെന്നുള്ളത് എനിക്കറിയില്ല, നിങ്ങളുടെ മക്കളുടെ ഭാവി എന്താണെന്നുള്ളത് എനിക്കറിയില്ല. കാരണം കഴിഞ്ഞ കമ്മീഷനുകൾ ഓരോന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി 25-30 വർഷം ഓരോ കമ്മീഷന് ശരിക്കും പറഞ്ഞാൽ അതിന്റെ പ്രവർത്തന കാലം വരുന്നു. രണ്ടാമത് രാജീവ് ഗാന്ധി വന്ന സമയത്ത് വന്ന കമ്മീഷൻ, അതിനുശേഷമാണല്ലോ ശരിക്കും നമുക്ക് ഈ നവോദയ വിദ്യാലയങ്ങളൊക്കെ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പുതിയൊരു കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഒരു 25 വർഷം വരും. കാരണം പൂർണ്ണമായും ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ വരും. കാരണം ഇപ്പൊ അംബാനി ലോകത്തിലെ ഏറ്റവും ധനികനായിട്ട് കുറെ വർഷങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അയാൾ മറികടക്കാൻ വേണ്ടി അദാനി വളർന്നിട്ടുണ്ട്. ഇന്ത്യയിലെ എത്ര വിമാനത്താവളങ്ങൾ അദാനിക്ക് സ്വന്തമായിട്ടുണ്ടെന്ന് അയാൾക്ക് പോലും അറിയില്ല. ആ രീതിയിലേക്കാണ്. അപ്പൊ ശരിക്കും 1,98 ലക്ഷം കോടി രൂപയാണ് കോർപ്പറേറ്റ് കമ്പനികൾക്ക് ടാക്സ് ഇളവായിട്ട് കൊടുത്തിട്ടുള്ളത്. അത്രയും പൈസ ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നതിയിലേക്ക് എത്തിക്കാൻ ഗവൺമെന്റിന് തന്നെ പറ്റും. അങ്ങനെ അവർ കുറെ കാശ് കൊടുക്കുന്നു. ആ കാശ് ഉപയോഗിച്ചിട്ട് കുറെ MLA മാരെ വാങ്ങുന്നു. ആ MLA മാരെ മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ രാജ്യസഭയിലും കൂടി സുപ്രീമസി വരുന്നു. പിന്നെ ഇവിടെ ഇലക്ഷൻ ഉണ്ടാവില്ല, ഭരണം ഈ രീതിയിലുള്ള ഭരണം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു രാജ്യം, ഒരു പ്രധാനമന്ത്രി, ഒരു നികുതി, ഒരു ഭാഷ, ഒരു സംസ്കാരം, ഇത്രയൊക്കെ ഉണ്ടാവും. ഇനി എന്ത് സംഭവിക്കുന്നു എന്ന് പറയും. മൈനോറിറ്റി റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു കാര്യത്തെ കുറിച്ച് NEP-യിൽ ഒരു സ്ഥലത്തും പരാമർശിക്കുന്നേ ഇല്ല. സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവരെ അപ്ലിഫ്റ്റ് ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല. സമയം കൂടുതൽ അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് നിർത്താം. ഒരു അപകടകരമായ രീതിയിലേക്കാണ്
ഞാൻ എൻ്റെ ഉള്ളിൽ തൊട്ടിട്ട് ഞാൻ പറയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ഏകദേശം കർണാടകയിലും കേരളത്തിലേക്ക് ഒരു 35 വർഷത്തിൽ മേലെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി പഠിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇനി മുമ്പോട്ട് എൻ്റെ മക്കൾ പോവാ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോകാന്നുള്ളത് അതിന് അപകടം പിടിച്ച ഒരു അവസ്ഥയിലാണ്. കാരണം നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അതുമായിട്ട് മുമ്പോട്ട് പോകാനല്ലാതെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി ഊന്നി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഇനി മൂന്ന് തരത്തിലുള്ള പിന്നെ ഈ പഠന ഗവേഷണ കേന്ദ്രങ്ങൾ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടാവുള്ളൂ. റിസർച്ച് യൂണിവേഴ്സിറ്റീസ്, പിന്നെ ടീച്ചിങ് യൂണിവേഴ്സിറ്റീസ്, പിന്നെ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് ഇവിടെ ക്ലസ്റ്ററിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ പറയുന്നത്. കോത്താരി കമ്മീഷനിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ക്ലസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ശരിക്കും എങ്ങനെ ക്ലസ്റ്റർ ചെയ്യാൻ പറ്റും? ഇവിടെയുള്ള വെള്ളാപ്പള്ളി നടേശന്റെ കുറെ സ്ഥാപനങ്ങളുണ്ട്. അതിലിപ്പുറത്തുള്ള തലശ്ശേരി ബിഷപ്പിന്റെ നിർമ്മലഗിരി കോളേജാണ്. ഇത് രണ്ടും എങ്ങനെ ക്ലസ്റ്റർ ചെയ്യാം എനിക്കറിയാം. സ്കൂളുകൾ ഇതിലെങ്ങനെ ക്ലസ്റ്റർ ചെയ്യാം? അപ്പൊ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഒരു അധ്യാപകൻ മാത്രമുള്ള ഒരുപാട് വിദ്യാലയങ്ങളുണ്ട്. അതെല്ലാം കുട്ടികളെ നടത്താം. വിദ്യാഭ്യാസം ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിനിമയം ചെയ്യാൻ പറ്റുന്ന ഒരു ചരക്കായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇതിനെ കാണുന്നത് ശരിക്കും ഇതൊരു എഡ്യൂക്കേഷൻ പോളിസി അല്ല, ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഇക്കണോമിക് പോളിസി എന്നാണ്. അതായത് ശരിക്കും നമുക്ക് ഒരു ധനവിനിമയം നടത്തുന്നത് പോലെ വിനിമയം നടത്താൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ വിദ്യ എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ കാണണം. അപ്പൊ നമ്മുടെ ഈ ഭരണഘടനയിൽ വളരെ ഭംഗിയായിട്ട് 45 ആർട്ടിക്കിൾ 45 നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഭരണഘടന 1950 നിലവിൽ വന്നു. ഭരണഘടന വന്നതിന് ശേഷം 10 വർഷത്തിനുള്ളിൽ 14 വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും പിന്നെ സാർവത്രിക സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ അത് വന്നതുകൊണ്ട് അതിനുശേഷം വന്ന ഭരണകൂടത്തിൽ നിന്ന് അത് മാറ്റം വരുത്താൻ പറ്റിയില്ല. പക്ഷെ അതിപ്പം പൂർണ്ണമായിട്ട് മാറാൻ പോവാണ്. അപകടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇനി വരുന്ന 2 ദിവസം വളരെ സജീവമായ ചർച്ച നടക്കണം. നിങ്ങൾക്കറിയാം, ദില്ലിയിൽ കർഷകർ നടത്തിയ സമരം നിങ്ങൾക്കറിയാം. കാരണം കർഷകരെ ഉള്ളിൽ തട്ടുന്ന സമയത്താണ് അവരെല്ലാവരും കൂടെ ഒന്നിച്ചു വന്നത്. ഇത്രയും കാലം പിന്നെ ഇടുക്കിയിലും ബത്തേരിയിലും ഒക്കെ ആന ഇറങ്ങിയിട്ട് മാനന്തവാടി ടൗണിൽ ആന ഇറങ്ങുന്നെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഉള്ളത് കാളിയത്. ഇപ്പൊ ഇന്നലെ ടൈഗർ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് അധികം ദൂരെയല്ല. ഉഗാണ്ടയിൽ ഭൂമി കുലുക്കുണ്ടാവെന്ന് പറയുമ്പോൾ നമ്മൾ വല്ലാണ്ട് ബേജാറാവില്ല. പത്തനംതിട്ടയിൽ ഭൂമി കുലുങ്ങിയാലും നമ്മൾ വല്ലാതെ ബേജാറാവില്ല. പക്ഷെ പനമരത്ത് ഭൂമി കുലുങ്ങി എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്നും ഞെട്ടും. നാളെ മാനന്തവാടിയിൽ വരാം, ചിലപ്പോ ഈ കുന്നിന്റെ പുറത്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപകടം നിങ്ങളുടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിനെ എങ്ങനെ നേരിടും? ഞാൻ പറയുന്നത് കർഷകർ ദില്ലിയിൽ നടത്തിയ സമരം പോലെ ഒരു ശക്തമായ ഒരു സമരം വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഇടയിൽ കേരളത്തിന്റെ നേതൃത്വത്തിൽ തന്നെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു പരിധി വരെയെങ്കിൽ ഇതിനെ തടയിടാൻ പറ്റൂ. ഇപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി ഏതെങ്കിലും രീതിയിൽ കേരളത്തിന് ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ NEP പൂർണ്ണമായിട്ടും നിങ്ങളത് അംഗീകരിച്ചിരിക്കണം. അതിന്റെ ഓരോ സബ്ജക്ട് IQAC നിങ്ങൾക്ക് ഇപ്പോൾ IQAC പണി ഇപ്പോൾ ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ശരിക്കും ക്വാളിറ്റി എഡ്യൂക്കേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ NEP നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ആ രീതിയിലേക്ക് അപകടം പോകുന്നുണ്ട്. എന്നാലും ഞാൻ പ്രശ്നത്തിലേക്ക് ഞാൻ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ ഇതിന് ക്ഷണിച്ചതിന് ഇതിന്റെ സംഘാടകർക്ക് സന്തോഷത്തോടെ നന്ദി പറയുന്നു. പിന്നെ വളരെ സജീവമായ ചർച്ച തന്നെ ഇനി അങ്ങോട്ട് വരുന്ന 2 ദിവസങ്ങളിൽ ഉണ്ടാവണം. വളരെ ക്രിട്ടിക്കലായിട്ട്, കാരണം വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കേണ്ട ആൾക്കാർ നിങ്ങൾക്ക് ആ രീതിയിലേക്ക് ഇല്ലാത്ത ചർച്ച വരണം. അപ്പോൾ പ്രിയപ്പെട്ട സുരേഷ് സാറിനും പിന്നെ എന്നെ എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട സംഘാടക സമിതി അംഗങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു ദേശീയ ശില്പശാല ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. Thank you, sir. That was really informative. I invite Sri Harindran P, Campus Director, Manadawadi Campus, to felicitate the function. ദ്വിദിന ദേശീയ സെമിനാറിൻ്റെ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട പ്രസാദ് മാഷ്, ഇന്ന് ഈ സെമിനാറിൽ കീനോട്ട് സ്പീച്ച് നൽകുന്ന പ്രൊഫസർ സുരേഷ് സാർ, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ അനിൽ മാഷ്, എൻ്റെ പ്രിയ സഹപ്രവർത്തകർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഈ സെമിനാറിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന പ്രതിനിധികൾ, ദേശീയ വിദ്യാഭ്യാസ നയം 2020 പുതുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ
4 വർഷങ്ങളായിട്ട് 3 വർഷങ്ങളായിട്ട് രാജ്യത്താകമാനം ഇതിൻ്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരുപാട് പ്രതിസന്ധികളും അതോടൊപ്പം തന്നെ വിവാദങ്ങളും ആകുലതകളും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളൊക്കെ സംസ്ഥാനങ്ങളൊക്കെ ഇത് നടപ്പിലാക്കുന്നതിന് ഒരു വിമുഖത കാണിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയെ ഒന്നാക്കുന്ന സമയത്ത് സൗത്ത് ഇന്ത്യക്ക് വേണ്ട വിധത്തിലുള്ള പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്നൊരു ആശയം പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ NEP മുന്നോട്ട് വെക്കുന്ന ഈ ദേശീയ നയത്തിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് നൽകിയിരിക്കുന്ന പ്രാധാന്യം നിങ്ങൾ ഡോക്യുമെൻ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന് അവതരിപ്പിക്കപ്പെട്ടതിലുള്ള ഒരു പ്രധാനമായുള്ള വെല്ലുവിളികളാണ്. അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും പ്രാദേശികമായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രാദേശികം എന്ന് ഞാൻ പറയുന്നില്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൺസേണാണ്. അതോടൊപ്പം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു ആഗോള പ്രസക്തി കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. ഞാൻ ചില ഏരിയകൾ ഈ സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിശ്വസിക്കപ്പെടുന്ന ഏരിയകളാണ്. ഒന്ന്, ഇതിൻ്റെ സ്ട്രക്ചേഴ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം തൊട്ട് ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വരെയുള്ള സ്ഥലങ്ങളിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാകാൻ പോകുന്നു. ബോധന രീതിയിലും കണ്ടന്റിലും ഐഡിയോളജിയിലും മാറ്റം, വളരെ വ്യത്യസ്തമായ മാറ്റങ്ങൾ മുന്നോട്ടുവരുന്നുണ്ട്. അതിന് NEP പറയുന്നത് ഒന്ന്, കൊളോണിയൽ ഹാങ് ഓവറിൽ നിന്ന് നമ്മൾ വിടുതൽ ചെയ്യപ്പെടണം എന്നുള്ളതാണ്. പക്ഷെ എത്രത്തോളം അതിൽ കൊളോണിയൽ ഹാങ് ഓവറിനപ്പുറം ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകളും അല്ലെങ്കിൽ കമ്മോഡിഫൈ ചെയ്യപ്പെട്ട വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഇതിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു വിഷയം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങൾ, വിദ്യാഭ്യാസങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ആളുകൾ പ്രധാനമായിട്ടും അവരുടെ ലാബർ എൻഗേജ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഗവൺമെൻറ്റും പൊതുമേഖല മറ്റങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു ലേബർ ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു പക്ഷേ വിദ്യാഭ്യാസ നയത്തിൻ്റെ മുൻപുള്ള സമീപനത്തിന് അതിന് റിസൾട്ട് ഉണ്ടായിരുന്നു. അതിനപ്പുറമായിട്ട് ഒരു മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, മാർക്കറ്റ് ഡ്രിവൺ ആയിട്ടുള്ള, മാർക്കറ്റിൻ്റെ നീഡ്സിനെ ഫുൾഫിൽ ചെയ്യാവുന്ന ഒരു ലേബർ ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യാവുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു പ്രധാനമായിട്ടുള്ള സംഗതി, നിങ്ങളൊരു സിംഗിൾ ഓറിയൻറ്റഡ് സ്കില്ലുള്ള ആളുകളാണോ എന്ന് നിർബന്ധിക്കുന്നില്ല, അത് സാധ്യമല്ല. ആ സാഹചര്യത്തിലാണ് ഈ മൾട്ടി ഡിസിപ്ലിനറി ഡിസ്കഷൻസ് ഒരു പക്ഷേ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ സെമിനാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറിനെ കുറിച്ചാണ്. ഇപ്പോൾ ബഹുമുഖമായുള്ള ഡിസിപ്ലിനറി ഈ ഫ്രെയിംസിൽ നമുക്ക് ശേഷി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്, അത് നമ്മളുടെ ഡിസിപ്ലിനറിയുടെ താല്പര്യമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ തൊഴിൽ മേഖലയിലോട്ടുള്ള സ്കില്ലിനെ എൻഹാൻസ് ചെയ്യപ്പെടുന്നതാണോ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യപ്പെടുന്നു. ഇതൊക്കെ ഒരു പക്ഷേ ഈ മൾട്ടി ഡിസിപ്ലിനറിറ്റി, ഇന്റർ ഡിസിപ്ലിനറിറ്റി, ട്രാൻസ് ഡിസിപ്ലിനറിറ്റി എന്നൊക്കെ പറയുന്ന പുതിയ തരത്തിലുള്ള അല്ലെങ്കിൽ ഓൾറെഡി നിന്ന് തന്നെയാണ്, പക്ഷെ അതൊരു കരിക്കുലത്തിൻ്റെ ശക്തമായിട്ടുള്ള ഭാഗമായി മാറപ്പെടുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇതിൻ്റെ കൺസേൺ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ആവാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായ എല്ലാവരും ആവാം. പക്ഷെ അതിൻ്റെ മേജർ കൺസേൺ അല്ലെങ്കിൽ ഇത് കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ടതും അതിനെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്, അതിന് ലീഡ് ചെയ്യപ്പെടേണ്ട ഒരു സ്ഥാനം എന്ന് പറയുന്നത് എഡ്യൂക്കേഷനെ പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഒരു പ്രധാനമായിട്ടുള്ള മേഖലയായിട്ടുള്ള ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പോലുള്ള വിദ്യാഭ്യാസത്തെ ഒരു ഡിസിപ്ലിനൈസ് ചെയ്യപ്പെടുന്ന പ്രദേശങ്ങളിലാണ് അല്ലെങ്കിൽ താരങ്ങളിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സെമിനാർ ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ NEPയെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ UGCയുടെ ഓറിയന്റേഷൻ പ്രോഗ്രാംസും മറ്റേ തൊട്ട് UGCയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം NEPയെ ഓറിയന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ തലങ്ങളിലും എല്ലാ
യൂണിവേഴ്സിറ്റി തലങ്ങൾ തൊട്ട് എല്ലാ തലങ്ങളിലും നമ്മുടെ പ്രാദേശിക തലം തൊട്ട് NEP കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സെമിനാർ നടക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ കാലികമായ പ്രസക്തിയുള്ള സംഗതിയാണ്. നമ്മുടെ അധ്യാപക വിദ്യാഭ്യാസ കേന്ദ്രം എന്ന രീതിയിലോട്ട് ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ് നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ആ ഉത്തരവാദിത്വമാണ് നമ്മുടെ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെന്റർ നിർവഹിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് അഭിനന്ദനപരമായിട്ടുള്ള ഒരു ഇടപെടലാണ്. ഈ 2 ദിവസത്തെ സെമിനാർ തീർച്ചയായിട്ടും നമുക്ക് കൃത്യമായിട്ടുള്ള ഈ മേഖലകളുടെ ഒരു അടയാളപ്പെടുത്തൽ നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെന്റർ നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ദ്വിദിന സെമിനാറിന് എല്ലാവിധ ആശംസകളും ഞാൻ നടത്തുന്നു. നമസ്കാരം. Thank you, sir. It's our privilege to have Professor Dr. K.P. Suresh Kumar sir here today. Professor Dr. K.P. Suresh Kumar, a native of Matanur, he got JRF in education. He started his professional career as a primary school teacher in Kannur district. Then from Calicut University Education Department, he completed his research under the guidance of A. Sukumaran Nair, who was the former Vice Chancellor of MG University. He continued as lecturer, research guide and department head in MG University School of Pedagogical Science, 1995. He started the School of Pedagogical Science in our university in 2006. In 2016, he started the CUK School of Education in Kasaragod. He is a teacher who has graded more than 20 doctorate theses. He was a member of various state national education committees. Currently, he is the supervising committee member of the 4-year in-grader teacher education program formed by the state government. I would like to call upon Professor Dr. K.P. Suresh Kumar sir for keynote address. Sir, please. My most respected friend, Professor Dr. Prasadan sir, who is the honorable syndicate member of Kannur University, the head of this institution, Director Dr. M.P. Anil, of the Teacher Education Center, Mantavadi, felicitated Dr. Mr. Harindran P., the campus director, Dr. Ajay from Botany Department, Dr. Shamsuddin, Dr. Elizabeth George, and why not Dr. Anisha P., the faculty members of this institution, delegates from various parts of the state, and my dear friends. Please accept a fine morning. Good morning. I am here to deliver the keynote address on the principal theme, National Educational Policy 2020 towards multidisciplinary and holistic education, challenges and opportunities. A close review of the NEP 2020 gives us a message that the change is wholly being resting upon the teachers. That is, teachers shape the nation, teachers shape the children, teachers shape the future generation. And therefore, it is the art and the responsibility, a solid responsibility on the part of the teachers to mold the young generations before us towards a specified desired goal. And this goal is to be fixed in tune with the policy documents. If it is NEP 2020, you follow the imperatives of NEP 2020 while deliberating your discourses and action plans in the teaching style. And therefore, I am to remind you that the whole document is vehemently speaking about quality education. Just like Prasad already mentioned, the commission as well as the committee vehemently proclaims quality. And quality is relatively what you call an unambiguous terminology. That means, what is quality envisaged by
The Manandwadi people may be different from the Trivandrum people, may be different from the Delhi people, and different from New Jersey, America. And therefore, it is arbitrary in nature where and how that we have to ensure quality in education. But one thing is sure, if you want to attain quality, there should be a high pumping of financial resources. Without financial support, you can never expect a quality in education. You remember or imagine that the UTech University Teacher Education Center Manathavadi, here the admissions are based on a national-wide admission test, just like NEET model. And the students are selected out of this NEET entrance examinations. We can say that the inputs selected for this program is of quality nature. But unfortunately, we are selecting students of the graduation marks or the post-graduation weighted marks to the program, and in that stand we are taking the students with respect to various category and strata. Imagine that the students selected are given financial support at a rate of 10,000 per month. All students are here being given monthly scholarship of 10,000, imagine. And the faculty members of illustrated faculty members, they are given a salary structure of 2 lakhs per month, imagine. Then we can say that we can ensure quality in education, just like a quality that we are speaking publicly and vehemently of Harvard and Massachusetts. Harvard and Massachusetts are levying high fees as well as what we call so many financial resources funding agencies of their own, and they have a fundam of what we call reserve pool of funds of their own. They can spend any amount, just like the NASA, National Aeronautical Scientific Agency, just like NASA, they can do many things in this world. But a close examination of a system of education, what is followed in America is, and what is followed in India, especially Kerala. Kerala has a different picture when we speak of education, socio-economic indices, something different, something elite in respect to various national parameters and indicators. That is, Kerala tops many indices, just like what we call the literacy rate, low infantile mortality, longer lifespan period, and everything, knowledge of English, somewhat a foundational literacy and numeracy, supremacy, all these things. And this supremacy is now becoming a handicap for Kerala to get its required justified dividend from the central government. That is why our state machinery had staged a dharma in the capital of India to awaken the authorities of the Indian, what you call cabinet ministers, etc. The necessary requirements of Kerala is for legitimate right to be given importance. Let us see the changes coming in the yesterday's Supreme Court verdict to make a dialogue between the government of Kerala and the government financial department of government of India. Let us see. Now, quality never comes from vacuum. It needs heavy pumping financial support everywhere. Now, what I want to say, the school system of education, Kerala tops more than the American continent. We look at the syllabus of Kerala to that of ESC. Very clear. Our school, secondary school, up to secondary school, our syllabus are super fine in nature. But coming to higher education, we are the weakest position higher
higher education. Whereas in higher education, America and the Scandinavian countries and European countries, they are at the top. Why? There you can see the heavy pumping of budgetary allocations to the higher education, not at the primary and secondary stage. And therefore, our authorities should see that higher education should be protected by making regain over and above the financial resources of its own. But unfortunately, what Nirmala Sitharaman has allocated the UGC fund, there is a drastic cut this year's budget allocation to UGC. UGC is now cumbered with the financial, non-relocation by the government of India. See, in the world itself, this is the first of its organization, UGC, University Grants Commission. The visualization was surveyed by Dr. Sadharshan, who made the recommendation to create UGC. And this type of organization you can see anywhere in the world except in India, University Grants Commission. Now, the University Grants Commission, the second part, grants, is being cut and eroded purposefully due to various reasons. Now, the central government is now making higher education council instead of UGC by amalgamating various national accreditation bodies. And there may be the AICTE as well as what you call Indian Medical Association, Medical Council, MCR, and the MCP is one of all is coming under the new Bifurcated Area Higher Education Council. Now it is the turn of the government of India to switch on to 4-year integrated teacher education program, ITEP. In the same tune, Government of Canada is also in the pathway to switch over to 4 years integrated teacher education program in the state of Kerala. That means from the year 2025 to 26 academy, not this coming June now, next June, then 2025-26 onwards, in Mayandavari also, you can see +2 after +2 students, they are coming and joining for this ITEP program. And it's a 4 years, 8 semester program. That means it is a 2-degree program, first degree in education and a second degree in the arts or science or commerce, whichever you select for this Mayandavari program. I have the proud privilege to advise Mr. Dr. Anil to apply for both the BSc BEd, integrated BSc BEd and integrated BA BEd also in Mayandavari, because he had a sociology department, he had a zoology department, and therefore is what is called a multidisciplinary campus. And therefore, UTech Mayandavari had the proud privilege of getting an ITEP program in 2 batches, ITEP in BSc BEd and ITEP in BA BEd, both. The first intake is 50 students. That means 50 students for the science program and 50 students for the arts program, 100 students. And what about the second year, 200, third year, 300, fourth year, 400. In such a way, the institution and the course program will develop. Visualize a campus where 400 teacher educators are studying at a time in an institution means Dr. Anil's responsibility is much more added. The responsibility of Anisha is much more added. That means Kannur University is headquarters Pathakala. They can see what are the programs in launch at Mayandavari and what are the diversified course nature that are occurring
happening in Mandavadi, looking into the technological devices. You see, technologically speaking, the government of Kerala is being praised by the UNESCO agency, Global Educational Monitoring Review Committee. In its report 2023, they had praised the government of Kerala for its advancements in educational technology that is being professed in school education. Even Mandavadi, even remote areas of Baran district, you can see this laptop and internet facilities are being used by our Anganwadi, primary, Balawadi as well as all school systems. That means thoroughly changed our education system of the general education department. That is why the contribution of government of Kerala in advancing the scenario of general education in the state rather than that of much ahead of the other states in India. Myself and Anil, we are NCT visiting faculty members. From our experience, we could see that Kerala tops in the running of education institutions, teacher education institutions, in its strictest sense. We are daily interacting with the students, not for degree purpose, but for day-by-day instructional programs and curricular activities. In some of the North Indian states, you can see students are appearing only for the examination purpose. Sometimes proxy candidates are also being presented to appear for this examination purpose. You can read from newspapers, etc., etc. But that is not happening in Kerala. That is a specialty of Kerala. Though UTech Mandavadi has certain limitations in terms of certain infrastructure facilities, but 95% of its infrastructure inputs are of NCT, more than NCT requirements. That is why Kerala backs the topmost position in the educational scenario, especially in the general education scenario plus the teacher education scenario. Now, when the ITEC is coming, the diploma program for TTC, the DLED, that will be wiped off. And after 2030, no more plus two teachers, no. Only graduate teachers will be inducted in our education system, graduates only. In the ITEC program, Integral BA program, there are certain elective options. Don't go confined to secondary education. The secondary education of ITEC is standard 9th, 10th, 11th and 3rd, not coming at 8th. And there is a specialization for the middle stage or the preparatory stage or foundation stage. Based on your specialty, you can go for Montessori school, pre-primary school, your primary school, middle school, etc. teachers. And secondary of course, you can teach at the standard 9th, 10th, 11th and 12th, provided you should have an MA or the MSc or MCom, the concerned subject. Then only you can become a teacher at the secondary level. There is no higher secondary level. The government of India, the government of Kerala, has already made a amendment in the Kerala Education Rules and Act, KER, that standard 9th, 10th, 11th and 3rd, they should have PG degree in a subject of learning plus PhD out of this 4-year program. Then only they can become teachers in the respective course programs. And therefore, drastic changes are coming in the system of education, especially teacher education. The commission, this committee report,
vehemently calls teachers as mentors. You know who is a mentor? Just like a counseling, just like a counselor, more than that. Teachers are mentors, citizenship, not confined to serious seriousness. The same in the higher education college. Just like let us be Elizabeth George, Assistant Professor Malayalam.